അല്ലെങ്കിൽ ജിയാറാന എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണുള്ളത്. ഈ സ്ഥലത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം ത്വാഇഫ് യുദ്ധം, നിങ്ങളതിൽ അവിടെ ഒരു സൈൻ ബോർഡിൽ അവിടുത്തെ ഒരു ചരിത്രം എഴുതിയിട്ടുള്ള ഒരു സംഗതിയാണ് ത്വാഇഫ് യുദ്ധം. ത്വാഇഫ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഹുനൈൻ യുദ്ധം എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ത്വാഇഫിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഹുനൈൻ യുദ്ധം. മക്ക വിജയത്തെ തുടർന്ന്, മക്ക വിജയത്തിന്റെ തൊട്ടടുപ്പിച്ച് മക്ക റസൂലുള്ളാഹി കീഴടങ്ങി അല്ലെ, മക്ക വിജയം ഉണ്ടായി. അപ്പൊ അത് ത്വാഇഫിന്റെ ഭാഗത്തുള്ള അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പം അവര് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് സൈന്യവുമായിട്ട് വരുന്നു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സഹാബികളുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് യുദ്ധം ചെയ്തു. ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് യുദ്ധം ഉണ്ടായത്. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇവിടെ ആണ് ക്യാമ്പ് ചെയ്തത്. ഇവിടെ രാത്രി താമസിച്ചു. അപ്പോൾ ഇവിടെ ഒരു വെള്ള പെയിന്റ് അടിച്ച ചുമര കണ്ടില്ലേ, അവിടെ ഒരു കിണറുണ്ട്. ആ കിണർ ഇപ്പോഴും ഉണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള കിണറാണ്. ആ കിണർ ഇപ്പോഴും ഉണ്ട്. ബിഅ്റു ജഅറാന എന്നാണ് അത് അറിയപ്പെടുന്നത്. ജഅറാനയിലെ കിണർ എന്ന് പറയുന്ന രീതിയിൽ അറിയപ്പെടുന്ന കിണറാണ്. ആ കിണറിൽ അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒരു റസൂലുള്ളാഹിന്റെ വാളോ കുന്തമോ, അത് ഏതാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതിലേക്ക് പിന്നെ ഇട്ടു. അപ്പൊ ആ സമയത്ത് അതിൽ വെള്ളം നിറഞ്ഞു വന്നു. റസൂലുള്ളാഹിന്റെ ചില മുഅ്ജിസത്തുകൾ, റസൂലുള്ളാഹിക്ക് ചില സമയത്ത് ഒരു റിസാലത്തിന്റെ തെളിവായിക്കൊണ്ട് ചില തെളിവുകളൊക്കെ, ചില ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് അങ്ങനെ ആ കിണറ്റിൽ വെള്ളം വന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ കിണറ്റിൽ ഇപ്പോഴും വെള്ളമുണ്ട്. ഇപ്പോഴും വെള്ളമുള്ള ഒരു കിണറാണ് ബിഅ്റു ജഅറാന. ഏതായിരുന്നാലും അതിൽ നമ്മൾ എന്നിട്ട് റസൂലുള്ളാഹി ഇവിടുന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് മടങ്ങിപ്പോയത്. അങ്ങനെ ഒരു ഉംറ ചെയ്തു. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ 4 ഉംറകളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജിറാനയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇഹ്റാം ചെയ്തിട്ടുള്ള ഉംറ, പിന്നെ ഹജ്ജിനോട് ചേർന്നിട്ടുള്ള ഒരു ഉംറ, ഹുദൈബിയയിലെ ഉംറ, പിന്നെ ദുൽഖഅദയിലെ ഒരു ഉംറ. ദുൽഖഅദയിലെ ഉംറ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കരുതുന്നത് ഹുദൈബിയയിൽ വെച്ച് ഉംറ ചെയ്യാൻ പറ്റിയില്ല. ഇഹ്റാമിൽ വന്നെങ്കിലും പകുതിക്ക് വെച്ച് മുടങ്ങിയിട്ട് തിരിച്ചുപോയി. അപ്പൊ പിന്നീട് അത് വീണ്ടും അടുത്ത വർഷം വന്നിട്ടാണ് ഉംറ. അതായിരിക്കണം ദുൽഖഅദയിലെ ഉംറ എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഒന്നുകൂടി പഠിച്ചു നോക്കേണ്ടതാണ് അല്ലേ. മൗലവി പറഞ്ഞത് അത് തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെ 4 ഉംറകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു യാത്രയിൽ തന്നെ അത് അതിന്റെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിൽ ഇപ്പോ ട്രാവൽസുകൾ ഇൻക്ലൂഡിങ് അക്സർ ട്രാവൽസുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ 4 ഉംറ 5 ഉംറ അല്ലെങ്കിൽ ഇത്ര ഉംറ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇത്രയും വർഷം അറബിയിൽ മക്കയിലും മദീനയിലൊക്കെ ജീവിച്ചിട്ടും ജീവിതത്തിൽ ചെയ്തിട്ട് ഉംറ 4 എണ്ണാവും. ഉംറകൾ കൂടുതൽ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാധാരണ നിലയ്ക്ക് ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു, പിന്നെ നമുക്ക് ഇനി വരാൻ കഴിയില്ല ജീവിതത്തിൽ ആ കൂടി എങ്ങനെയോ വന്ന് ആണെന്നുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ബന്ധുക്കൾക്കൊക്കെ വേണ്ടി ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്യാം എന്ന് മാത്രം. എന്തായാലും നമ്മൾ അതിന്റെ ആ ഭാഗമായിട്ട് വിശ്വാസുകളിൽ ചെല്ലും ഇഹ്റാം ചെയ്യാം, ഉംറ ചെയ്യുന്നവർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇവിടെയുള്ള ഒരുപാട് ഇഹ്റാനുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് പറഞ്ഞു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് പിന്നെ ഇവിടെ തങ്ങിയെന്നുള്ളത്. ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം ഓർക്കപ്പെടുന്ന ചരിത്രത്തിലുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ ഒരുപാട് സഹാബികൾ ഷഹീദായി. വളരെ നിർണായകമായ ഒരു യുദ്ധമായിരുന്നു. ഒരുപാട് പേർ ഷഹീദായി. അവിടെ വെട്ടേറ്റ് അല്ലെങ്കിൽ കുത്തേറ്റ് മുറിവേറ്റ് രക്തം വാർന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അപ്പൊ ചില ആളുകൾ മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ നിന്നപ്പോൾ തൊട്ടപ്പുറത്ത് അവിടുന്ന് ഒരാൾ വെള്ളത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നത് കേട്ടപ്പോൾ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്കല്ല അദ്ദേഹത്തിന് കൊടുക്കൂ, അദ്ദേഹത്തിന് നിങ്ങൾ വെള്ളം കൊടുക്കൂ എന്ന് പറയുന്നു. അത് അപ്പൊ അവിടെ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ഒരാൾ വെള്ളത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നത് കേട്ടപ്പോൾ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇയാൾ പറയുന്നു. ഇങ്ങനെ 3-4 ആളുകൾ നിനക്ക് മാറി മാറി പോകുമ്പോഴത്തേക്കും അവസാനത്തെ ആളത്തേക്ക് പോയപ്പോൾ അയാൾ മരിച്ചിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ഇയാളും മരിച്ചു, തിരിച്ചു വന്നപ്പോൾ ഇയാളും മരിച്ചു. ഇവരെല്ലാവരും മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്ത് ഒരു വെള്ളം കുടിക്കേണ്ട, ആ മരിക്കാൻ നേരത്തുള്ള വെള്ളത്തിന്റെ ദാഹം എത്ര ഉണ്ടാകുന്ന നമുക്കറിയാം. ആ സമയത്ത് പോലും മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു ഇസ്ലാമിക സംസ്കാരം ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എപ്പോഴും, എല്ലാ കാര്യങ്ങളിലും, ഏത് കാര്യങ്ങളും. നമ്മൾ ഉംറ യാത്രയിൽ മാത്രമല്ല, നാട്ടിൽ പോയാലും ജീവിതത്തിൽ എപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആയത്ത് ഓർമ്മ ഉണ്ടോ, അവനവന് വലൗകാന ബിഹിം ഖസാസ, അവനവന് വളരെ ആവശ്യമുണ്ടായിരിക്കെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്, ആവശ്യമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതല്ല പുണ്യം. നമുക്ക് വളരെ ആവശ്യമുണ്ട്, അത്യാവശ്യമുള്ളതാണ്, എന്നാലും നമുക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മൾ ഹുനൈൻ യുദ്ധത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കണം. എന്തായാലും ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അതിന്റെ ഗനീമത്ത് മുതൽ, യുദ്ധത്തിൽ കിട്ടുന്ന മുതലിനാണ്
ഗനീമത്ത് മുതൽ എന്ന് പറയും. ആ മുതൽ വീതിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇവിടെ അന്ന് രാത്രി ക്യാമ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. നമസ്കാരത്തിന്റെ സമയമായപ്പോൾ കൂട്ടത്തില് ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ള ഇവിടെ ഗ്രാമങ്ങളിലുള്ള കുറെ കുട്ടികൾ ഇത് കേട്ടപ്പോൾ ഇതിന് എന്തോ ബാങ്ക് അവർ കേട്ട് പരിചയമില്ലാത്ത സാധനമാണ്. അപ്പൊ അവര് എന്തോ ഒരു സാധനം നോട്ടത്തിന് കളിയാക്കിയിട്ട് അവർ അതിനെ കളിയാക്കിക്കൊണ്ട് എന്തോ ഒരു ശ്രദ്ധ ഉണ്ടാക്കി. അപ്പൊ റസൂല് ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടികൾ വിളിച്ചു തരാൻ വേണ്ടിയിട്ട് സഹാബികൾ പോയപ്പോൾ അവരൊക്കെ പേടിച്ചിട്ട് ഓടിപ്പോയി. അത് ഒരു കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ പിടിച്ച് റസൂലിന്റെ അടുത്ത് കൊണ്ടുവന്നു. മോന്റെ പേരെന്താണെന്ന് വെച്ചു. അപ്പോൾ അബു മഹ്സൂറ എന്നാണ് ആ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞു. ആ കുട്ടിയോട് പറഞ്ഞു റസൂൽ എന്തായിരിക്കും പറയണ്ടാവുക? നമ്മളാണെങ്കിൽ എന്താ പറയണ്ടാവുക? നമ്മളെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഉസ്താദുമാര്, ഞാൻ ഒരു ഉസ്താദാണല്ലോ, ഇപ്പോഴത്തെ ഒരു ഉസ്താദുമാരുടെ രീതിയൊക്കെ വെച്ചിട്ട് നമ്മൾ ബാങ്ക് കൊടുത്തപ്പോൾ ബാങ്കിനെ കളിയാക്കിയിട്ട് ഒരുത്തൻ വേറെന്തോ ഒച്ചുണ്ടാക്കി. അപ്പൊ അവനോട് എന്താ പറയാ? ഏഹ് ഒന്നിനെ ശകാരിക്കും അല്ലേ? ശകാരിക്കും, അല്ലെങ്കിൽ ചീത്ത പറയും. അള്ളാന്റെ പിന്നെ ഒരു ബാങ്കാണ്, ഇതിനെയാണോ നീ കളിയാക്കുന്നത്? ചീത്ത പറയും. റസൂൽ പറഞ്ഞു നിന്റെ ശബ്ദം വളരെ മനോഹരമായിട്ടുണ്ട്. നീ ബാങ്കിന്റെ വരികൾ നേരെ പഠിച്ചിട്ട് നന്നായിട്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. നീ ഇവിടെ ബാങ്ക് കൊടുക്കേണ്ടതല്ല, മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കൊടുക്കേണ്ടവനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ബാങ്കിന്റെ വരികൾ ശരിയായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ കുട്ടി പിൽക്കാലത്ത് മസ്ജിദുൽ ഹറാമിലെ ബാങ്ക് വിളിക്കാരനായി. അദ്ദേഹത്തിന്റെ പിന്തലമുറക്കാരാണ് വർഷങ്ങളോളം മസ്ജിദുൽ ഹറാമിലെ ബാങ്ക് വിളിയുടെ ചുമതലയുണ്ടായത്. അപ്പൊ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ചരിത്രം കൂടി ജഅറാനയുമായി ബന്ധപ്പെട്ടത്. അബൂ മഹ്സൂറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇതുപോലുള്ള നമ്മുടെ ആളുകളുടെ തെറ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഒരാൾക്ക് തെറ്റുകളൊക്കെ പറ്റും, അല്ലെ? മനുഷ്യന്മാരല്ലേ, നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അപ്പൊ അങ്ങനെ തെറ്റുകൾ പറ്റുമ്പോൾ അവരെ ശകാരിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നതിന് പകരം വളരെ ഗുണകാംക്ഷയോടുകൂടി സ്നേഹത്തോടുകൂടി തിരുത്തുന്നതിന്റെ വലിയ ഒരു മാതൃക ഈ പറയുന്ന ആ ബാങ്ക് വിളിക്കാരനായ കുട്ടി, ജഅറാനയിലെ ബാങ്ക് വിളിക്കാരൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ചരിത്രം നിങ്ങൾക്ക് മെച്ചപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ത്വായിഫിൽ വെച്ചിട്ട് ഇത് പിന്നെ ഗനീമത്ത് മുതൽ വിധിച്ചപ്പോൾ അതില് മുഹാജിറുകൾക്കാണ് റസൂലുള്ളാഹി മുൻഗണന കൊടുത്തത്. കാരണം മക്കയിൽ പിന്നെ തിരിച്ചു വന്നതാണ്. അപ്പോൾ മുഹാജിറുകൾക്കാണ് മുൻഗണന കൊടുത്തത്, അൻസാറുകൾക്ക് കാര്യമായിട്ട്. അപ്പൊ ചിലർക്കൊക്കെ ഒരു പരിഭവം ഉണ്ടായി. മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകളാണ് മുഹാജിർ, അല്ലേ? അൻസാരികൾ മദീനക്കാരാണ്. അപ്പൊ മുൻഗണന ആ പ്രാവശ്യം മുൻഗണന കൊടുത്തത് മുഹാജിറുകൾക്കാണ്. അപ്പൊ അവർക്ക് പരിഭവം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾക്ക് ഞാനുണ്ട്. റസൂല് മക്ക കീഴടങ്ങിയെങ്കിലും മക്കയിലാണ് പിന്നെ ജീവിച്ചത്? അല്ല, മദീനത്തേക്ക് തിരിച്ചുപോയി. മദീനയിൽ തന്നെയാണ് ജീവിച്ചത്. നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്കത് പോരെന്ന് വെച്ചു. അപ്പൊ അങ്ങനെ റസൂലുള്ള പിന്നെ അത് കാരണം എന്താ, ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നില്ല, ഒന്നുമില്ലാത്തവരാണ്. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് മുഹാജിറുകൾക്ക് മുൻഗണന കൊടുത്തു. ചില ഘട്ടങ്ങളിൽ അതുണ്ടാവും, നമ്മളാണെങ്കിൽ അത് മനസ്സിലാക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് ചില മുൻഗണനകൾ കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ ചരിത്ര സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഉണ്ടാവും. നമ്മളിപ്പോ ഇന്ന് എവിടെയൊക്കെയാ പോയിട്ടുള്ളത്? അറഫയിൽ പോയി, ജബലുർ റഹ്മ ചിലരൊക്കെ കയറി, അവിടെയുള്ള ജബലു സൗർ അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മള് മുസ്ദലിഫയിലെ പള്ളി കണ്ടു. പള്ളിയുടെ പേരെന്താണ്? മശ്അറുൽ ഹറാം, അല്ലെ? മശ്അറുൽ ഹറാം ബിദുൽ ഹുലൈഫ എന്നാണ് പറയുന്നത്. അല്ല, ദുൽ ഹുലൈഫ അല്ല, ബിൽ മുസ്ദലിഫ. മുസ്ദലിഫയിലെ പള്ളിയാണ് മശ്അറുൽ ഹറാം. പിന്നെ മിനയിലെ ടെന്റുകൾ കണ്ടു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ബലിയർത്ത സ്ഥലം മദ്ബഹ് ഇസ്മായിൽ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടു. അതിനിടയ്ക്ക് നമ്മളൊരു അബ്രഹത്തിന്റെയും കൂട്ടരെയും അള്ളാഹു നശിപ്പിച്ച സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് പറഞ്ഞത്? വാദി മുഹസ്സിർ. വാദി മുഹസ്സിർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ഇപ്പോ ഈ റെയിൽവേന്റെ ഒക്കെ പില്ലറുകളും മറ്റൊക്കെ ആയിട്ടൊക്കെ ആണല്ലോ, അല്ലേ? പക്ഷെ അവിടെ വേറെ കെട്ടിടങ്ങളൊന്നും ഇല്ലാണ്ട് ടെന്റുകൾ ഒഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്ഥലമാണ്. ഇത്രയും സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി തിരിച്ചു പോകുമ്പോൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ജബലുന്നൂർ കാണും. നമ്മൾ പോവാൻ അവിടെ ഹറമൻ ഒക്കെ അടുത്തെത്താറാകുമ്പോഴാണ് ജബലുന്നൂർ ഉള്ളത്. അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല, അവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ആ സ്ഥലത്ത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അതാ കാണുന്നതാണ് ജബലുന്നൂർ എന്ന് പറയും. ഇനി കയറണം എന്ന് ആഗ്രഹമുള്ളവർ ഒരു പുലർച്ചെ സുബഹിക്കൊക്കെ മുമ്പായിട്ട് ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഒരുങ്ങി ടാക്സി വിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വെയിലാകുമ്പോഴത്തേക്കും തിരിച്ചിലാവട്ടെ, അല്ലെങ്കിൽ ഈ വെയിലത്ത് നമുക്ക് പകല് കയറാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? പറയാത്തല്ല. അപ്പൊ നമുക്കിപ്പോ മടങ്ങാം. ഇനി നമ്മൾ വേറെ അവിടെ ഇറങ്ങാനില്ല. നമ്മൾ ഇറങ്ങിയിട്ട് ഇനി പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് നമസ്കരിച്ച് അതിനുശേഷം സൗകര്യപ്രകാരം നമ്മൾ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അർത്ഥത്തിൽ ഒന്ന്
റസൂലുള്ളാഹിന്റെ ഒക്കെ മാതൃകൾ നേരത്തെ പറഞ്ഞ ആ ബാങ്ക് വിളിക്കാരന് കുട്ടിയോട് കാണിച്ച ആ സ്നേഹം പോലെ, അത് നമ്മൾ കളിയാക്കുന്നവരോട് പോലും, കളിയാക്കുന്ന പറഞ്ഞാൽ ആ കുട്ടി അതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി കർക്കശമായി നേരിടേണ്ടവരെ കർക്കശമായിട്ട് നേരിട്ട ചരിത്രമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബർ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് അവഹേളനവും എപ്പോഴും സഹിക്കാമെന്ന് അതിനർത്ഥമല്ല. ഒരു കുട്ടികളോട് അല്ലെങ്കിൽ പ്രായം ചെന്നവരോട് ഒക്കെ നമ്മൾ പ്രത്യേകം അനുകമ്പ കാണിക്കേണ്ടതുണ്ട്, അല്ലേ? ദുർബലരായ മനുഷ്യർ അവർ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ഷമിച്ചിട്ടുണ്ട്. ധിക്കാരികൾ അവരുടെ ധിക്കാരം കൊണ്ട് നമ്മളോട് കിബർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതേ ഭാഷയിൽ തിരിച്ചടിക്കുക എന്നുള്ളതും ചിലപ്പോൾ റസൂലുള്ളാഹി മാതൃകയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആ നേരത്തെ പറഞ്ഞ ഹുനൈനിലെ മാതൃക പോലെ അവിടെ മരണക്കിടക്കയിൽ പോലും മരണവേളയിൽ പോലും മനുഷ്യർക്ക് പിന്തുണ കൊടുക്കുക, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പോലും അതിലൊക്കെയും മാതൃകയുണ്ട്. അത്തരത്തിലുള്ള മാതൃകളൊക്കെ പഠിച്ച് നമ്മൾ ജീവിതം മാറ്റിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള നമുക്ക് ചില വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ, അതിന്റെ ഫിഖ്ഹുകൾ, അതിന്റെ ചില ദുആകൾ, ദിക്റുകൾ, ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ, ഏറ്റവും മികച്ച സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് റസൂലുള്ളാഹി പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ പഠിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹിന്റെ. അതുപോലെ ഈ പറഞ്ഞ തീർച്ചയായിട്ടും വിശ്വാസങ്ങൾ, ആദർശ കാര്യത്തിൽ നമ്മൾ വളരെ നിശ്ചയമായും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഇബാദത്തുകളിൽ നമ്മൾ മുന്നേറേണ്ടതുണ്ട്. ആ ഇബാദത്തുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്വഭാവം മാറേണ്ടതുണ്ട്. ഒപ്പം ഒരു സാമൂഹ്യ വിപ്ലവം കൂടി, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന മർദ്ദിതരായ അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെയൊക്കെ മോചനത്തിന് വേണ്ടി, നേരത്തെ പറയല്ലേ മാലക്കും ലാ തുഖാതിലൂന എന്ന് പറഞ്ഞ ആയത്തോതിയല്ലോ, അടിച്ചമർത്തപ്പെടുന്ന ദുർബലർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാതിരിക്കുന്നത് എന്റെ അവകാശം എന്ന് ചോദിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ദീൻ എന്ന് പറയുന്നത് വിശ്വാസങ്ങളാണ്, ഒപ്പം ഇബാദത്തുകളാണ്, നല്ല സ്വഭാവങ്ങളാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുള്ള ദീൻ അതാണ് എന്ന് മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ ദീനിനെ സമഗ്രമായി മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.